ഇത് നമ്മൾ ഫേസായി പിടിച്ചു. റെഡിലേക്കാണ് നമ്മൾ ആദ്യം ഇതാക്കേണ്ടത്, കളർ ഒപ്പിക്കേണ്ടത്. റെഡിൽ ഒപ്പിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ക്രോസായി വരുന്ന ഭാഗമാണ് ഫസ്റ്റ് ഒപ്പിക്കേണ്ടത്. ക്രോസ് മീൻസ് ഇവിടെ 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 ഇങ്ങനെയും. അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ നോക്കുക, ഇവിടെ പച്ചയാണ് വന്നത്, അപ്പോൾ പച്ചയും റെഡും ഒപ്പിക്കണം. ഓക്കെ, അപ്പോൾ പച്ച റെഡ് നമ്മൾ നോക്കുകയാണ്. ഇവിടെ ഒന്നും കാണുന്നില്ല, എവിടെ? പച്ച റെഡ് ഇവിടെയാണുള്ളത്. അപ്പോൾ നമ്മൾ നേരെ എന്താക്കുക, പച്ചയുടെ പോസ്റ്റിലേക്ക് കൊണ്ടുവരിക. നേരെ തിരിച്ച് വെച്ചാൽ ഇവിടെ പച്ച റെഡ് ചേർന്നു. അടുത്ത മഞ്ഞ ചുവപ്പാണ് വേണ്ടത്. മഞ്ഞ ചുവപ്പ് നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഇവിടെയാണുള്ളത്, ഈ പൊസിഷനിലാണ്. അത് നമ്മൾ താഴെ കൊണ്ടുവന്ന് ആ മഞ്ഞയുടെ ഭാഗത്തേക്ക് കൊണ്ടുവരും. ഓക്കെ, ഇവിടെ വന്നു, പക്ഷേ ഇവിടെ ചുവപ്പാണ് വന്നത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മഞ്ഞയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറ്റി റൊട്ടേറ്റ് ചെയ്ത് എടുത്താൽ മഞ്ഞ ക്രോസായി വരും. തിരിച്ച് കൊടുത്താൽ അവിടെ റെഡിയായി. ഇതുപോലെയാണ് എല്ലാ കളറും ഒപ്പിക്കേണ്ടത്. ഓക്കെ, ബാക്കി ഞാൻ പറയുന്നില്ല, വോയിസ് ദൈർഘ്യം കൂടുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ക്രോസ് ഒപ്പിച്ചു. ഇനി നമ്മൾ ഈ കോണാണ് ഒപ്പിക്കേണ്ടത്. അപ്പോൾ റെഡിലാണ് ഒപ്പിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് റെഡ് എവിടെ ഉണ്ടെങ്കിലും നോക്കുക. ഇവിടെയാണ്, മുകളിൽ തന്നെയാണ് റെഡ് ഉള്ളത്, പിന്നെ ഒന്ന് താഴെയാണുള്ളത്. അപ്പോൾ നമ്മൾ അതിനെ പരമാവധി മുകളിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലേക്ക് മാറ്റണം. താഴെ വരുന്ന രീതിയിലേക്ക് മാറ്റണം. ഇങ്ങോട്ടേക്ക് മാറ്റുക, ഇങ്ങോട്ടേക്ക് ഇടുക. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് മഞ്ഞയാണ്. മഞ്ഞ എവിടെയാണ് വരുന്നത് അവിടത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ മഞ്ഞ വെച്ച് കഴിഞ്ഞാൽ മഞ്ഞയുടെ ഇടത് ഭാഗത്തായിട്ടാണ് മഞ്ഞ വരുന്നതെങ്കിൽ അത് ഇടത്തോട്ട് തിരിച്ച് ഇവിടെ ക്രോസായി വെച്ച് കൊടുക്കുക. ഇത് തിരിച്ചാൽ ഇവിടെ റെഡ് കണക്റ്റ് ആവും, തിരിച്ച് ഇങ്ങോട്ട് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ബാക്കി എല്ലാ ഭാഗങ്ങളും അതുപോലെ തന്നെ. അപ്പോൾ നീല ഇടത് ഭാഗത്താണ്, ഇടത്തോട്ടേക്ക് മാറ്റി ഇവിടെ തിരിച്ചു, റെഡ് ഒപ്പിച്ചു, മേലോട്ടേക്ക് ഇട്ടു. ഇനി അടുത്തത് പച്ചയിലേക്ക് കൊണ്ടുപോയി, പച്ചയും ഇടത് ഭാഗത്താണ്, ഇടത്തോട്ടേക്ക് മാറ്റി താഴേക്ക് ഇട്ടു, ഇവിടെ വെച്ചു, ഒപ്പിച്ചു. അടുത്ത റെഡ് താഴെയാണുള്ളത്. താഴെയുള്ളത് നമ്മൾ എന്താക്കുക, ഇങ്ങോട്ടേക്ക് മാറ്റുക, ഇങ്ങോട്ടേക്ക് ഇടുക, വെക്കുക. അപ്പോൾ വെള്ളം വന്നു, വെള്ളയുടെ ഭാഗത്തേക്കോ അതും ഇടത് ഭാഗത്താണ്, ഇവിടെ ഒപ്പിച്ചു. ഇനി പച്ച, നമ്മളൊരു ഭാഗം ക്ലിയറായി വന്നിരിക്കുന്നു. വോയിസ് ഇട്ടാൽ വളരെ മോശമായി പോകും, വീഡിയോ വളരെ ലെങ്തായി പോകും. അപ്പോൾ അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ റെഡ് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞു, അതിനെ നേരെ ഓപ്പോസിറ്റ് പിടിക്കുക. അതായത് റെഡ് അടിയിൽ വരുന്ന രീതിയിൽ പിടിക്കുക. മുകളിൽ ഇപ്പോൾ നമ്മൾ ഓറഞ്ചാണ് വരുന്നത്. അപ്പോൾ ഓറഞ്ചിൽ നമുക്ക് ഒപ്പിക്കേണ്ടത് സെൻറ്ററിലുള്ള ഭാഗത്തുള്ള ഈ കോണാണ്. 1 2 3 4 കോണാണ് ഇനി ഒപ്പിക്കേണ്ടത്. അപ്പോൾ മുകളിൽ നമ്മളിപ്പോൾ ഓറഞ്ചാണ് വന്നത്. അപ്പോൾ ഓറഞ്ച് വരാത്ത കോൺ ഭാഗങ്ങൾ ഏതാണെന്ന് നോക്കുക. ഉദാഹരണത്തിന് ഇവിടെ ഓറഞ്ച് ഉണ്ട്, ഇവിടെ ഓറഞ്ച് ഉണ്ട്, ഇവിടെ ഓറഞ്ച് ഇല്ല. അപ്പോൾ അത് ഏതൊരു പൊസിഷനിലാണ്? ഇപ്പോൾ നീലയല്ല, അപ്പോൾ നീലക്ക് തന്നെ നമ്മൾ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് ഈ നീലയും വെള്ളയും ഈ ഭാഗത്താണ് വരേണ്ടത്, കാരണം വെള്ളം ഇവിടെയാണല്ലോ. അപ്പോൾ അതിനെ നേരെ ഓപ്പോസിറ്റ് മുകളിൽ തിരിക്കുക, ഇടത് ഭാഗം പൊന്തിക്കുക, വീണ്ടും ഇടത്തോട്ടേക്ക് തിരിക്കുക, ഇടത് ഭാഗം താത്തുക, പിന്നെ ഈ മുകളിലത്തെ ഭാഗം ഇടത്തോട്ടേക്ക് തിരിക്കുക, നമ്മളെ ഫേസായിട്ടുള്ള ഭാഗം മുകളിലേക്ക് പൊന്തിക്കുക, ഇടത്ത് വീണ്ടും തിരിക്കുക, താത്തി കൊടുത്താൽ ഇവിടെ നീല ക്ലോസായി വന്നു. അതുപോലെ തന്നെ അടുത്തതും ഇത് മഞ്ഞയും പച്ചയാണ്, ഇവിടെ ഓറഞ്ചില്ല. അപ്പോൾ ഈ മഞ്ഞ വരുന്ന ഭാഗം നമ്മൾ മഞ്ഞയുടെ ഫേസിനായിട്ട് പോയി പിടിക്കുക. ഓക്കെ, അപ്പോൾ പച്ചയാണ് മുകളിലുള്ളത്, പച്ചയാണ് മാറ്റുന്നത്. അപ്പോൾ ഈ ഭാഗത്തേക്കാണ് വേണ്ടത്, വലത് ഭാഗത്തേക്ക്. അപ്പോൾ നമ്മൾ എന്താക്കുക, മാറ്റേണ്ട ഭാഗം ഇടത്തോട്ടേക്ക് വെക്കുക, മാറ്റേണ്ട ഭാഗം വലത് പൊന്തിക്കുക, ഇടത് തിരിച്ച് വെക്കുക, വലത് താത്തുക, മുകളിൽ വലത്തോട്ട് തിരിക്കുക, ഈ ഫേസായിട്ടുള്ള ഭാഗം പൊന്തിച്ച് കൊടുക്കുക, വലത് ഇടത്തോട്ടേക്ക് നീക്കുക, താത്തി കൊടുക്കുക. അപ്പോൾ എന്തായി, അവിടെ പച്ചയും ക്ലോസായി വന്നു. ഇനി അടുത്ത കളർ നോക്കുക. ഇവിടെ ഓറഞ്ച് ഉണ്ട്, ഇവിടെ ഓറഞ്ച് ഉണ്ട്, ഇവിടെ ഓറഞ്ച് ഉണ്ട്, ഇവിടെയും ഓറഞ്ച് ഉണ്ട്. അപ്പോൾ ഓറഞ്ച് ഇല്ലാത്ത ഭാഗം നമ്മൾക്ക് കണക്കാക്കണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗം പിടിക്കുക. ഇപ്പോൾ ഇവിടെ മാറ്റണം, അപ്പോൾ അവിടെ ഒരു കളറാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ എന്താക്കുക, ഇവിടെ മാറ്റണം എന്നുള്ള രീതിയിൽ നമ്മൾ എന്താക്കുക, മാറ്റിയിടുക. അപ്പോൾ ഇടത് ഭാഗത്താണ് വന്നത്, അപ്പോൾ വലത്തോട്ടേക്ക് ഇടുക, ഇടത് പൊന്തിക്കുക,
ഇടത്തോട്ടേക്ക് മാറ്റുക, ഇടത് താത്തുക, മുകൾ ഇടത്തോട്ടേക്ക് മാറ്റുക, ഫേസ് പൊന്തിക്കുക, മുകളിൽ ഭാഗം തിരിക്കുക, താഴോട്ട് വെച്ചാൽ എന്തായി, ഇവിടെ മുകളിൽ ഏതെങ്കിലും ഒരു ഭാഗം ഓറഞ്ച് വരാത്ത ഭാഗം വന്നിട്ടുണ്ടാവും, റെഡി. നീല വന്നിട്ടുണ്ട്, നീലയും മഞ്ഞയും. അപ്പം നീലക്ക് ക്രോസ് ആക്കി വെക്കുക, മഞ്ഞ വരുന്ന ഭാഗം ഇതാണ്. ഇടത്തോട്ടേക്ക് ഇടുക, വലത് പൊന്തിക്കുക, ഇടത്തോട്ടേക്ക് ഇടുക, വലത് താത്തുക, മുകൾ ഭാഗം വലത്തോട്ടേക്ക് തിരിക്കുക, ഫേസ് ഭാഗം മേലോട്ടേക്ക് പൊന്തിക്കുക, മുകൾ ഭാഗം വീണ്ടും ഇടത്തോട്ടേക്ക് ഇടുക, താത്തി കൊടുക്കുക. അപ്പോൾ അത് ക്രോസായി. ഇനി ഇവിടെയാണ് ബാക്കിയുള്ളത്. ഇവിടെ ഇനിയിപ്പോൾ ഇത് പച്ച വെള്ളക്ക് ജോയിൻ്റ് ആയി കൊടുത്തു, വലത്തോട്ടേക്ക് ഇട്ടു, ഇടത് ഭാഗം പൊന്തിച്ചു, മുകളിൽ തിരിച്ചു, താഴ്ത്തി, മുകൾ ഭാഗം വലത്തോട്ടേക്ക് ഇട്ടു, ഫേസ് ക്ലോസ് ചെയ്തു, മുകൾ ഭാഗം തിരിച്ചു ഇട്ടു. അപ്പോൾ നമ്മളെന്തായി, 2 സ്റ്റെപ്പ് ഇവിടെ ക്ലിയറായി. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പാണ്. അതിൽ ഫസ്റ്റ് നമ്മൾ ഒപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ക്രോസ് ഭാഗമാണ് ഫസ്റ്റ് ഒപ്പിക്കേണ്ടത്. അതിന് നമ്മൾ ഏതെങ്കിലും ഒരു ഫേസ് ആയിട്ട് പിടിക്കുക. എന്നിട്ട് നമ്മൾ ഫേസ് ഭാഗം വലത്തോട്ടേക്ക് തിരിക്കുക, വലത് ഭാഗം മുകളിലേക്ക് പൊന്തിക്കുക, മുകളിലത്തെ ഭാഗം ഇടത്തോട്ടേക്ക് തിരിക്കുക. ഈ വലത് ഭാഗം വീണ്ടും താഴോട്ടേക്ക് ക്രോസ് ചെയ്യുക, മുകൾ ഭാഗം എവിടത്തേക്കാണോ തിരിച്ചത് ആ ഭാഗത്തേക്ക് തന്നെ റിട്ടേൺ കൊണ്ടുവരിക, ഫേസ് വീണ്ടും ലെഫ്റ്റിലേക്ക് തിരിച്ച് ക്രോസ് ചെയ്ത് വെക്കുക. അപ്പോൾ എന്തായി, ഈ ഒരു രൂപത്തിൽ വന്നു. ആ രൂപത്തിലേക്ക് വന്നാൽ ആ രൂപം നമ്മളെ ഫേസായിട്ട് പിടിക്കുക, അതായത് ഇങ്ങനെ വരുന്ന രീതിയിൽ. വീണ്ടും ഈ പറഞ്ഞ അതേ സ്റ്റെപ്പ്, വലത് തിരിക്കുക, ഫേസ് വലത് ഭാഗം മുകളിലേക്ക് പൊന്തിക്കുക, മുകൾ ഭാഗം ഇടത്തോട്ടേക്ക് തിരിക്കുക, വലത് ഭാഗം വീണ്ടും താഴ്ത്തുക, മുകൾ ഭാഗം ഇടത്തോട്ടേക്ക് തിരിക്കുക, ഫേസ് വീണ്ടും താഴ്ത്തി വെക്കുക. അപ്പോൾ ക്രോസായി വന്നിരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പാണിത്. ഇനി ഈ ക്രോസിലുള്ള ഈ സൈഡ് കളറാണ് ഇനി വെക്കേണ്ടത്. ഇവിടെ മഞ്ഞ ഒത്തു, പച്ച ഒത്തു, ഇവിടെ നീല ഒത്തിട്ടില്ല, വെള്ള ഒത്തിട്ടില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ ഒത്ത ഭാഗമായിട്ടുള്ള പച്ച നമ്മൾ നേരെ ഓപ്പോസിറ്റും മഞ്ഞ നമ്മുടെ റൈറ്റ് സൈഡിലും പിടിക്കുക. ഓക്കെ. റൈറ്റ് സൈഡിൽ പിടിച്ചതിന് ശേഷം വലത് ഭാഗം മുകളിലോട്ടേക്ക് തിരിക്കുക, മുകളിലത്തെ ഭാഗം ലെഫ്റ്റ്, വലത് ഭാഗം വീണ്ടും താഴോട്ട്, മുകളിൽ ഭാഗം ലെഫ്റ്റ്, വലത് ഭാഗം വീണ്ടും മേലോട്ട്, മുകൾ ഭാഗം 2 പ്രാവശ്യം ലെഫ്റ്റ് തിരിക്കുക, വലത് ഭാഗം വീണ്ടും താഴോട്ട്, മുകൾ ഭാഗം ഒന്നും കൂടി തിരിച്ചു വെച്ച് കൊടുക്കുക. അപ്പോൾ എന്തായി, ക്രോസ് എല്ലാം റെഡിയായി വന്നു. ഉദാഹരണത്തിന് ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ ഒപ്പിച്ചത് ബാക്കിൽ, അതായത് ഗ്രീനും മഞ്ഞയും അടുത്തടുത്താണ് വന്നത്. ഉദാഹരണത്തിന് ചിലപ്പോൾ ഇവിടെയും അതായത് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും കളർ ഒത്തതായി വരും, സൈഡ് ഒത്തിട്ടുണ്ടാവില്ല. അപ്പോഴും ഇതേ സ്റ്റെപ്പ് തന്നെയാണ് കളിക്കേണ്ടത്. അതായത് വലത് ഭാഗം പൊന്തിക്കുക, മുകളിൽ തിരിക്കുക, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലെ ഒന്നിച്ച് വരും. ഇനി അടുത്ത സ്റ്റെപ്പാണ് കാണിക്കുന്നത്. ഇനി നമ്മളിപ്പം കോണിൽ ഏതെങ്കിലും ഒരു കളർ മാച്ചിങ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. ഇവിടെ മാച്ചിങ് ആയിട്ടില്ല, കാരണം ഇവിടെ ഈ വെള്ള ഇവിടെ 3 സൈഡിലും വന്നിട്ടില്ല. ഇവിടെ മാച്ചിങ് ആയിട്ടില്ല. ഇവിടെ പച്ച, ഓറഞ്ച്, മഞ്ഞയാണ്. മഞ്ഞ ഇവിടെ ഈ 3 കോണിലില്ല. ഇവിടെയും മാച്ച് ആയിട്ടില്ല, കാരണം ഇവിടെ നീല വന്നിട്ടുണ്ട്, നീല ഇതിൽ വന്നിട്ടില്ല. ഇവിടെ വന്നിട്ടുണ്ട്, കാരണം ഓറഞ്ച് ഇവിടെ വന്നു, നീല ഇവിടെ ഉണ്ട്, മഞ്ഞ ഇവിടെയുണ്ട്. അപ്പോൾ ആ ഒത്ത ഭാഗം നമ്മുടെ വലത്തെ ഭാഗത്ത് പിടിച്ച് വലത് ഭാഗം ഇടത്തോട്ടേക്ക് തിരിക്കുക, വലത് ഭാഗം ഉയർത്തുക, ആ മുകളിലേക്ക് തിരിച്ചത് വീണ്ടും തിരിച്ചു വെക്കുക, എന്നിട്ട് നമ്മുടെ ഇടത് ഭാഗം പൊന്തിക്കുക, വീണ്ടും വലത്തോട്ടേക്ക് വെച്ച് ഇത് വലത് ഭാഗം താഴ്ത്തി വെക്കുക, വലത്തോട്ടേക്ക് ഇടുക, ഇടത് ഭാഗം താഴ്ത്തുക. അപ്പോൾ എന്തായി, നമ്മുടെ കളറ് ഏകദേശം മാച്ചായി വന്നിട്ടുണ്ടാവും. മഞ്ഞ, നീല, ഓറഞ്ച് വന്നു, വെള്ള ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ ഈ ചെയ്ത അതേ സ്റ്റെപ്പ് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ചെയ്യുക. അതായത് മുകളിലത്തെ ഭാഗം കളർ ഒത്ത ഭാഗം നമ്മുടെ വലത്തെ സൈഡിൽ പിടിച്ചുകൊണ്ട് മുകളിലത്തെ ഭാഗം ഇടത്തോട്ടേക്ക് വെക്കുക, വലത് ഭാഗം പൊന്തിക്കുക, മുകളിലത്തെ ഭാഗം വലത്തോട്ടേക്ക് ഇടുക, ലെഫ്റ്റ് സൈഡ് പൊന്തിക്കുക, മുകളിലത്തെ ഭാഗം ഇടത്തോട്ടേക്ക് ഇടുക, റൈറ്റ് സൈഡ് താഴ്ത്തുക, മുകളിലത്തെ ഭാഗം വീണ്ടും റൈറ്റിലേക്ക് ഇടുക, ഇടത് ഭാഗം താഴ്ത്തുക. അപ്പോൾ എന്തായി, ഇവിടെ 2 ഭാഗം കളർ ഒത്തു വന്നു. ഇനി 2 ഭാഗമാണ് കളർ ഒക്കേണ്ടത്. ഇവിടെ കളർ ഒത്തു വന്നു, ഇതേപോലെ ഫുൾ മാച്ചായി വന്നിട്ടില്ല. അതാണ് ഫൈനൽ സ്റ്റെപ്പ്. ഫൈനൽ സ്റ്റെപ്പ് ഇതാണ്. നമ്മളിപ്പോൾ ഒത്ത ഭാഗം, അതായത് പൂർണ്ണമായ ഒത്ത ഭാഗം നമ്മുടെ ഇടത്തെ സൈഡായിട്ട് പിടിക്കുക, വലത് സൈഡ് താഴ്ത്തുക, അടിഭാഗം ഇടത്തോട്ടേക്ക് മറിക്കുക, വീണ്ടും പൊന്തിക്കുക, വീണ്ടും ഓപ്പോസിറ്റ് ഇടുക. അതായത് ഒരേ സ്റ്റെപ്പ് തന്നെയാണ്. താഴ്ത്തുക,
ഇടത്തോട്ടേക്ക് ഇടുക. ഇടത്തോട്ടേക്ക് ഇട്ട് ഇവിടെ ക്രോസായി ഇവിടെ കറക്റ്റ് കളർ ഒത്തു കഴിഞ്ഞാൽ അത് മുകളിലേക്ക് ഇട്ട് ഈ ഇടത്തോട്ടേക്ക് വെച്ച് ഇത് വീണ്ടും വലത്തോട്ടേക്ക് വെച്ച് മുകളിൽ നിന്ന് ക്രോസായി, അതായത് ഇവിടെ ക്ലിയറായി വന്ന ഇത് നമ്മൾ വീണ്ടും എന്താക്കുന്നു, ഇടത്തോട്ടേക്ക് മാറ്റിയിടുന്നു. ഒക്കാത്ത ഭാഗം വീണ്ടും വലത്ത് വശത്തിരുന്നു, അത് താഴ്ത്തുന്നു, ലെഫ്റ്റിലേക്ക് മാറ്റുന്നു, മുകളിലേക്ക് മാറ്റുന്നു, റൈറ്റിലേക്ക് മാറ്റുന്നു. ഒരേ സ്റ്റെപ്പ് തന്നെയാണ്, നമുക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഏറ്റവും സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പാണ് ഞാൻ കാണിച്ചത്. ഇവിടെ ഇതാണ് കളർ ഒത്ത് വന്നു, മുകളിലേക്ക് ഇട്ടു, സെൻറ്റർ അങ്ങോട്ടേക്ക് മാറ്റി, കളർ ഇങ്ങോട്ടേക്ക് മാറ്റി, നമ്മുടെ റൂബിക്സ് ക്യൂബ് റെഡി ആയിരിക്കുന്നു.